നമസ്കാരം. 24 മണിക്കൂറിനുള്ളിൽ അധിക തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനം നടപ്പാക്കി. എന്നാൽ ട്രംപിന്റെ തോന്നിവാസത്തിന് കരണമടച്ചുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ചൈനയ്ക്കും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരേ കാര്യത്തിന് വ്യത്യസ്ത നിയമങ്ങൾ നടപ്പിലാക്കാൻ ട്രംപ് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനപ്പുറം ലോക രാജ്യങ്ങൾക്കു മേൽ മുഴുവൻ അധികാരം സ്ഥാപിക്കാനും തോന്നിയതുപോലെ നിയമങ്ങൾ പടച്ചുവിട്ട് ലോക സമാധാനം നശിപ്പിക്കാനും ട്രംപിന് ആരാണ് അധികാരം കൊടുത്തത്? ഏകാധിപത്യ ഭരണത്തെ നടപ്പിലാക്കാൻ ട്രംപ് ഇറങ്ങി പുറപ്പെടുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ മാത്രം ഗതികെട്ട അവസ്ഥയിലല്ല ലോകരാജ്യങ്ങൾ ഒന്നും നിലവിൽ. ഇന്ത്യ ട്രംപിന്റെ ആജ്ഞാനുവർത്തിയായി എന്തും കണ്ണടച്ചു കേൾക്കുമെന്ന് കരുതിയെങ്കിൽ ട്രംപിന് തെറ്റി. വായടച്ചു മിണ്ടാതിരിക്കാൻ മോദി അല്ലായിരിക്കണം ഇന്ത്യ ഭരിക്കുന്നത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കുമേൽ 25% അധിക താരിഫ് ഏർപ്പെടുത്തിയത്. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കു മേലുള്ള മൊത്തം തീരുവ 50% US ഉയർത്തി. യുക്രൈൻ യുദ്ധം പരാമർശിച്ചാണ് ട്രംപിന്റെ നീക്കം. ഇതോടെ നയതന്ത്ര തലത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകും. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്കയും സഖ്യകക്ഷികളും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ ഇതിന് വഴങ്ങിയിരുന്നില്ല. റഷ്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് ഇപ്പോഴുള്ള നടപടി. ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 25% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പുറമെയാണ് പുതിയ 25% അധിക താരിഫ് ഏർപ്പെടുത്തിയത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ചെലവേറിയതാകും. പുതിയ തീരുവ 21 ദിവസങ്ങൾക്കുള്ളിൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യ നല്ല വ്യാപാര പങ്കാളിയല്ല എന്ന ട്രംപിന്റെ പ്രസ്താവന വന്ന മണിക്കൂറുകൾക്കകമാണ് അധിക തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യ റഷ്യ വ്യാപാര പങ്കാളിത്തത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ട്രംപ് ഇന്ത്യയുടെ നടപടികൾ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നുവെന്നും ആരോപിച്ചിരുന്നു. അതേസമയം അമേരിക്കയുടേത് ദൗർഭാഗ്യകരമായ തീരുമാനമെന്നാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കുന്നതിനാൽ ഇന്ത്യ നല്ല വ്യാപാര പങ്കാളിയല്ല എന്നായിരുന്നു ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. ട്രംപിന്റെ പ്രതികാര നടപടികൾ ഇന്ത്യൻ കയറ്റുമതിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% അധിക തീരുവ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. യുഎസിന്റെ നടപടി നിർഭാഗ്യകരമാണെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത്. ട്രംപിന്റെ തീരുമാനം പക്ഷപാതപരവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ അഭിപ്രായപ്പെട്ടു. മറ്റ് രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അമേരിക്ക ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് യുക്തിരഹിതമാണെന്നും ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് റഷ്യയുമായുള്ള കരാറിൽ ഏർപ്പെട്ടതെന്നും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇറക്കുമതിയിലൂടെ ഇന്ത്യയിലെ 1.4 ബില്യൺ ജനങ്ങൾക്ക് ഊർജ്ജം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന യുഎസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും നിലപാട് ഇരട്ടത്താപ്പാണെന്നും ഇന്ത്യ വിമർശിച്ചിരുന്നു. കാരണം ഇന്ത്യയെ പോലെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച US ഇന്ത്യക്ക് മേൽ 25% താരിഫ് ചുമത്തിയതിനു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നടപടി. ഇന്ത്യ US വ്യാപാര കരാറിൽ ധാരണയാകാത്ത പശ്ചാത്തലത്തിലാണ് ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ നടപടി തുണിത്തരങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, തുകൽ എന്നീ കയറ്റുമതികളെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അത്തരം ഇറക്കുമതികൾക്ക് ബാധകമായ മറ്റ് ചാർജുകൾക്ക് പുറമെയാണ് ഈ അധിക തീരുവ. ട്രംപിന്റെ താരിഫ് വർധനയെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായി അപലപിക്കുകയും സാമ്പത്തിക ബ്ലാക്ക്മെയിൽ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ അനുവദിക്കരുതെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോട് എക്സിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ട്രംപ് എത്രയും ഭീഷണി മുഴക്കുമ്പോഴും റഷ്യൻ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ പ്രതിനിധി റഷ്യ സന്ദർശിച്ചുവെങ്കിൽ മോദി ഒരാളുടെ ചങ്കൂറ്റവും ഇന്ത്യയുടെ കഴിവിലുള്ള വിശ്വാസവും ചെറുതല്ല എന്നെങ്കിലും കുറഞ്ഞ പക്ഷം ട്രംപ് ഓർത്താൽ നന്ന്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച